അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നോടൊപ്പം നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ആരാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനുള്ള ഉത്തരം പറയാനുള്ളത് അതാരുമല്ല, മറ്റാരുമല്ല, അത് മുഹമ്മദ് നബിയാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണെന്ന് വെച്ചാൽ എൻ്റെ 5ാം ക്ലാസ് മുതൽ കുഞ്ഞു നാളിലേന്ന് തന്നെ പറയാം, മുഹമ്മദ് നബിയെക്കുറിച്ച് ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അതായത് നാട്ടിൽ ഖുർആൻ ക്ലാസ്സുകൾ ഉണ്ടാകുമ്പോൾ ആ ക്ലാസ്സുകൾക്കൊക്കെ പങ്കെടുക്കുമായിരുന്നു ചെറിയ കുട്ടിയായ സമയത്ത്. അപ്പം അന്ന് മുതലേ ഇങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പം അത് എന്നിലൊരു വലിയ ഒരു സ്വാധീനം തന്നെ ഉണ്ടാക്കിയെന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് ഒരുപാട് നമുക്ക് റസൂലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പ്രോഫറ്റ് മുഹമ്മദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ 1000 വർഷമോ അല്ലെങ്കിൽ എത്ര കാലം ഉണ്ടായാലും മറ്റുള്ള ആളുകൾ, ഇവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടി റസൂലിനെ കുറിച്ച് പഠിച്ചാലും തീരില്ല. അത്രയും റസൂലിനെ കുറിച്ചിട്ട്, റസൂലിൻ്റെ ഗുണവിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഞാൻ റസൂൽ ഒരു ലോകനായകനാണ്. പ്രോഫറ്റ് മുഹമ്മദ് ലോകനായകനാണ്. യൂറോപ്പിലെ ഒരുപാട് ചിന്തകർ ലോകനായകന്മാരെ കുറിച്ചിട്ട് 100ഓളം ലോക നായകന്മാരെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ, ഈ ലോകത്ത് ഇതുവരെ ജീവിച്ചവരിൽ ഉള്ള 100 ലീഡേഴ്സിനെടുത്ത് പഠനം നടത്തിയപ്പോൾ അതിൽ ഒന്നാമനായിട്ട് എത്തിയത് പ്രോഫറ്റ് മുഹമ്മദാണ്. അപ്പം എന്തുകൊണ്ടാണ് പ്രോഫറ്റ് മുഹമ്മദ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇത്രയും വലിയ സ്വാധീനമുണ്ടാക്കിയത്? അത് എന്നിലുണ്ടാക്കാനുള്ള കാരണം, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സാണ്. ടീച്ചിങ്സിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റി, വളരെ സിമ്പിളായിട്ട് ജീവിതം, വ്യക്തിത്വത്തിലും സ്വഭാവത്തിലും ഒക്കെ അതീവ ലാളിത്യം പുലർത്തിയ ഒരു മഹാനാണ് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. മറ്റുള്ളവരോട് ഉള്ള പെരുമാറ്റത്തിൽ, തൻ്റെ ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, ഗൃഹോപകരണത്തിൽ, വീട് നിർമ്മിക്കുന്നതിൽ ഒക്കെ അദ്ദേഹം കാണിച്ച ആ ഒരു സിംപ്ലിസിറ്റി, അങ്ങേയറ്റം രാജാവായി പരമാധികാരത്തിൽ എത്തിയിട്ട് പോലും അത്രയും സിമ്പിളായിട്ട് ജീവിതം ജീവിച്ച് കാണിച്ചു കൊടുത്ത മഹാനാണ്. ഇത് തന്നെ പോരെ, അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി തന്നെ പോരെ മറ്റുള്ളവർക്ക് ഏറ്റവും വലിയൊരു പാഠം. അദ്ദേഹം ഈ കുഞ്ഞുങ്ങളോട് അല്ലെങ്കിൽ മുതിർന്നവരോട്, കുടുംബത്തോട് ഒക്കെ തന്നെ വളരെ സ്നേഹം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ്. പിന്നെ ഒരാളെ പോലും അദ്ദേഹം ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ചേന്നുള്ള വാക്ക് പോലും ഒരാളോട് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരെ തെറ്റ് ചെയ്താൽ പോലും അവരോട് സ്നേഹത്തോടെ പെരുമാറുന്ന ആ ഒരു സ്വഭാവം, വ്യക്തിത്വം, അത്രയും അട്രാക്റ്റീവായിട്ടുള്ള ഒരു സമീപനമാണ്, അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ടുള്ള ആ ഒരു സ്വഭാവ രീതിയാണ് അദ്ദേഹത്തിൽ ഉള്ളത്. അപ്പോൾ ഞാനിപ്പം ഇവിടെ പറയാൻ പോകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ചെറിയൊരു ഹദീസാണ്. ഈ ഹദീസ് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അത് ഇമാം തിർമിദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ലറല്ലാഹു അംറ സമിഅ മന്നാ ഹദീസൻ വഹ്ഫിൽഹു ഹത്താ യുബല്ലിഗഹു ഖൈറഹു ഫറബ്ബ ഹാമിലിൻ ഫഖഹി ലൈസ ബിഫഖഹി വറബ്ബു ഹാമിലിൻ ഫഖഹി ഇലാ മിൻ ഹുവ ഫിഖ്ഹു മിൻഹു റവാഹു ദവറുദു അൻ സൈനുബനു സാബിത്ത്. ഓക്കെ, അപ്പം ഇത് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് വെച്ചാൽ, അള്ളാഹു ഒരു വ്യക്തിക്ക് വെളിച്ചം നൽകുക, അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകുക എന്ന് അള്ളാഹു ചിന്തിച്ചാൽ അതവൻക്കത് നൽകുക തന്നെ ചെയ്യും. അതിന് ഒരു വ്യക്തി റസൂലിനെ കുറിച്ച് പഠിക്കുക. ഇപ്പം റസൂല് പഠിപ്പിച്ച ഒരു ഹദീസ്, ഇപ്പം ഞാൻ പറഞ്ഞ ഒരു ഹദീസ്, അതൊരു ചെറിയ ഹദീസാണ്. പക്ഷേ ഈ ഹദീസിൻ്റെ
അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങൾ, അതായത് റസൂലുള്ളാഹി പറയാണ്, എന്നിൽ നിന്ന് ഒരു ഹദീസ് നിങ്ങൾ കേട്ടു, അത് നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ടതിനെ ഹിഫ്ളാക്കുക, എന്നിട്ടതിനെ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹു പ്രകാശം നൽകട്ടെ എന്നാണ് പ്രൊഫറ്റ് മുഹമ്മദ് പഠിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു ഹദീസിൻ്റെ മീനിങ്ങാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതായത് എന്നിൽ നിന്ന്, അതായത് റസൂലിൽ നിന്ന് നമ്മളൊരു ഹദീസ് കേൾക്കുകയാണ്. അതായത് റസൂലിൻ്റെ സേയിങ്സ് എന്ന് പറയും ഹദീസ്, റസൂലിൻ്റെ വാക്കുകൾ, ഉപദേശങ്ങൾ, ടീച്ചിങ്സ്, അതാണല്ലോ ഹദീസ്. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, എന്നിൽ നിന്നൊരു ഹദീസ് നിങ്ങൾ കേട്ടു, അത് നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ നിങ്ങൾ ഹിഫ്ളാക്കുക, എന്നിട്ട് അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അത് ഒരായത്താണെങ്കിലോ അല്ലെങ്കിൽ ഒരു വചനമാണെങ്കിലോ എന്നിൽ നിന്ന് അത് മറ്റുള്ളവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം എന്നാണ്. അതായത് എന്നിൽ നിന്ന് എൻ്റെ അടുത്ത് ഹാജറുള്ളവർ ഹാജറില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങൾ ലോകത്ത് മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ നബിയിൽ നിന്ന് കേട്ടവർ, ശിഷ്യന്മാർ അത് ലോകത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അത് തലമുറകളിലേക്ക് കൈമാറിയിട്ടുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി പറഞ്ഞ ഹദീസാണിത്. അപ്പോൾ നമ്മളൊരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുക, അതിൻ്റെ ഭാഗമാക്കുക, അതിന് നമുക്ക് വലിയ പ്രതിഫലമാണ് ഉള്ളത് ഒരുക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് വിജ്ഞാനത്തിൻ്റെ വാഹകർ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തതാണ് ഇന്ന് റസൂലിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. റസൂലിൻ്റെ സ്വഭാവമായാലും റസൂലിൻ്റെ വ്യക്തിത്വമായാലും റസൂലിൻ്റെ ജീവിത രീതി ആയാലും ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ, റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുമെന്നാണ്. അതായത് അവർക്ക് ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകും. ആ വ്യക്തിക്ക് അള്ളാഹു വെളിച്ചം നൽകുമെന്നാണ് പറയുന്നത്. അത് ഹിഫ്ളാക്കണം, നമ്മളത് തെറ്റുകൂടാതെ എഴുതി വെക്കണം, അത് സമൂഹത്തിലേക്ക് നമ്മൾ പ്രചരിക്കണം. അത്തരം ആളുകൾക്ക് നവാറത്ത് നൽകട്ടെ എന്നാണ്. അതായത് ഉലമാക്കൾ പറയുന്നത് അത്തരം ആളുകൾക്ക് നല്ല പ്രകാശമുള്ള തെളിഞ്ഞ മുഖമാണ് എന്നാണ്. അതായത് അത്തരം ആളുകളുടെ ജീവിതത്തിൽ ഒരു പ്രകാശം എപ്പോഴും ഉണ്ടാകും. അങ്ങനെ നമുക്ക് ഒരുപാട് റസൂലിൻ്റെ ടീച്ചിങ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് നമുക്ക് കഴിയട്ടെ, അത് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം ഒരുപാട് നാളായി റസൂലിനെ കുറിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയണം, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒരു റസൂലിനെ കുറിച്ച് മാത്രമുള്ള ഒരു 10-15 ബുക്സ് എൻ്റെ കയ്യിലുണ്ട്. റസൂലിനെ പഠിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ വായിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എനിക്ക് കഴിയുന്ന പോലെ ഞാൻ നിങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അള്ളാഹു അതൊരു മഹത്തായ കാര്യമാക്കി എടുക്കട്ടെ. എന്നിൽ നിന്ന് പഠിക്കുന്നവർ എന്നേക്കാൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കട്ടെ. ഇതൊരു സ്വാലിഹായ അമലാക്കി അള്ളാഹു മാറ്റട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കട്ടെ. ആമീൻ.